നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ദ കേസ് ഡയറിയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ നമ്മുടെ കോഴിക്കോട്ടുകാരെല്ലാവരെയും കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കോഴിക്കോട് ഹൈലൈറ്റ് മാൾ എന്ന് പറയുമ്പോൾ ഇത്രയും പേര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും. ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ അല്ലേ, ഹൈലൈറ്റ് മാളിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വരുന്നവരാണ്. ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് കേസ് ഡയറിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പം ഇവിടെ ഇന്നത്തെ ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുന്നത്. സോ അതിനൊരിക്കൽ കൂടെ ഒരു വലിയ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒത്തിരി പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. താഴെയുണ്ട്, മുകളിലൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഇന്നത്തെ നമ്മുടെ ഓഡിയോ ലോഞ്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് മൂവിങ് ഓൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഓണം വരുന്ന സമയത്ത് നമ്മളെല്ലാ മലയാളികളും ഓണത്തിന് ഏത് സിനിമയാണ് റിലീസ് ആവുന്നതെന്ന് നോക്കി നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു പുതുപുത്തൻ ചിത്രവുമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിട്ടാണ് ദ കേസ് ഡയറി നമ്മുടെ മുൻപിലേക്ക് ഈ ഓഗസ്റ്റ് 21 വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണും എന്ന പ്രതീക്ഷയോടുകൂടി സിനിമയിലെ ഒരുപാട് നല്ല പാട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈവനിങ് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മൂവിങ് ഓൺ, നമ്മളിതാ ഓഡിയോ ലോഞ്ചിൻ്റെ ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്കൊക്കെ കടക്കുകയാണ്. സോ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് സിനിമയിലെ നായികമാരെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓൾറെഡി ഇവിടെ നമ്മൾ പറഞ്ഞു, ദ പ്രൊഡക്ഷൻസ് ആയിട്ട് ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. ആൻഡ് അബ്ദുൽ നാസിർ സാറാണ്. സാറിനും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ആൻഡ് മൂവിങ് ഓൺ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് അല്ലേ. അങ്ങനെയുള്ള നമ്മുടെ ദ കേസ് ഡയറിയുടെ ഡയറക്ടറിനെയാണ് നമ്മൾ ആദ്യം സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദിലീപ് നാരായണൻ. അദ്ദേഹം ഓൾറെഡി നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് വെൽക്കം സാർ. ഈ സിനിമയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ. ആരിറങ്ങി പുറപ്പെട്ടില്ലേലും അദ്ദേഹം ഞങ്ങളോടൊപ്പം എപ്പോഴും മുൻപിൽ കൂടെ ഉണ്ടാവാറുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് എന്താണ് നമ്മുടെ സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസം? സിനിമ അത്രയും ത്രില്ലർ മൂവിയാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ സ്ക്രിപ്റ്റ് സന്തോഷ് സാർ പറയും. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് എൻ്റെ ബോസ് ബെൻസി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ പടം എനിക്ക് തന്നത് സാറാണ്, നാസർ സാറാണ്. ആ സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഒരുപാട് നന്ദിയിട്ട് അവിടെ ഇരിക്കുന്നു. എനിക്ക് ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ച് തന്നു. ഞാൻ ഭംഗിയായിട്ട് ഈ നിമിഷം വരെ ഇവിടെ എത്തി. ഇപ്പം നേരത്തെ വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു, ആരും കളിച്ചില്ല, ഞാൻ കളിച്ചു. അതേപോലെ ഈ സിനിമയിലുണ്ട്. അത്രയും ത്രില്ലിങ്ങും അത്രയും മനോഹരമായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ എൻ്റെ അനിയന്മാരും ചേട്ടന്മാരും എല്ലാ ആൾക്കാരും ആ പടം വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്താ വെച്ചാൽ അത്രയും നല്ലൊരു പടം അത്രയും ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള യൂത്ത് എല്ലാ പടത്തിലേക്ക് എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഈ പടത്തിനെ കാണാം, ഞങ്ങളെ വിജയിപ്പിക്കുക. ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഒന്ന് വിജയിപ്പിച്ച് ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങളെല്ലാവരും കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നേരത്തെ ഡാൻസ് കളിച്ചപ്പോൾ കഥച്ചിട്ട് നിൽക്കുക, അത് പെട്ടെന്നല്ലേ വന്നത്. അത് പെട്ടെന്നാണെങ്കിലും ഫുൾ എനർജി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു ഡയറക്ടർ വന്ന സ്റ്റേജിൽ കൂടെ പാടുന്ന ആളുകൾക്ക് എനർജി കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ആൻഡ് ആ സപ്പോർട്ട് നമ്മൾ സിനിമയ്ക്ക് കൊടുക്കില്ലേ? കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കയ്യടി വേണം കേട്ടോ. തീർച്ചയായും. അപ്പോൾ നമ്മൾ എൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട്. അവരത്രയും ഈ എനർജി പോലെ അവരുടെ സിനിമയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്നുകൂടി ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. നന്ദി, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ യെസ്, അപ്പോൾ നേരത്തെ ഇവിടെ പാട്ടിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി. ആ പാട്ട് നമ്മൾ ഒരിക്കൽ കൂടെ എന്തായാലും കേൾക്കും, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ സർ. ആൻഡ് നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയലോഗ്സിൻ്റെ പാർട്ട് അത് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു പാർട്ടാണ് അല്ലേ. സോ ഈ പാർട്ടിൽ നമ്മളോടൊപ്പം ഉള്ളത് AK സന്തോഷ് സാറാണ്. സന്തോഷ് സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ സർ. ഗുഡ് ഈവനിങ്. ഞാൻ AK സന്തോഷ്. ക്രൈം കേസ് ഡയറി എന്ന ചിത്രം 21-ാം തീയതി തിയേറ്ററുകളിലെത്തിയാണ്. എന്നും കലയെയും കലാകാരനെയും സ്നേഹിച്ചിട്ടുള്ള കോഴിക്കോട് ഭക്ഷണത്തിലൂടെയും സംഗീതത്തിലൂടെയും
ജനഹൃദയങ്ങളെ തരളിതമാക്കിയ കോഴിക്കോട് നിവാസികളോട് ഈ ചിത്രം 21-ാം തീയതി തന്നെ നിങ്ങൾ തിയേറ്ററുകളിൽ പോയി കണ്ടു വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഈ ചിത്രം യാഥാർത്ഥ്യമാക്കിയതിന് ഇതിൻ്റെ നിർമ്മാതാവ് ശ്രീ KV അബ്ദുൽ നാസർ അവർ ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ആദ്യ ചിത്രം ചിത്രത്തിൻ്റെ നായകനായ DNA ചിത്രമായിരുന്നു. ഞാൻ കൂടുതൽ ഇനിയുള്ള ഇതിൽ ഞാൻ സംസാരിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. Yes, thank you sir, thank you so much. And നമ്മുടെ ട്രailer ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ദിലീപ് ഏട്ടനായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പെൻസി പ്രൊഡക്ഷൻസിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലായിരുന്നു വീഡിയോ നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത് ആൻഡ് ഓഗസ്റ്റ് 21 റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ വന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ വന്നു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ നമ്മുടെ റൈറ്റേഴ്സിനുള്ള ലെറ്റ്സ് വെൽക്കം വിവേക് ആൻഡ് ഷഹീം രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറക്ടറിനെയും സ്ക്രിപ്റ്റ് റൈറ്ററും ദിലീപ് സാറിനെയും സന്തോഷ് സാറിനെയും അതോടൊപ്പം നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് ജോയിൻ. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെയും വിവേകിൻ്റെയും ആദ്യത്തെ മൂവിയാണ്. ഞങ്ങൾ ഈ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ അതിന് താങ്ക്സ് പറയേണ്ടത് പെൻസി പ്രൊഡക്ഷൻ KV അബ്ദുൽ നാസർ സാറിനോടാണ്. ഞങ്ങളൊരു മൂവി ത്രില്ലിംഗ് മൂവി ആവണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള മൂവി ആവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു എഴുത്തായിരുന്നു. അതിന് പെൻസി പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് അവസരം നൽകി അതിന് താങ്ക്സ് പറയുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയാൻ വിവേക് ക്ഷണിക്കുന്നു. ഈ സിനിമ 21 റിലീസാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കുറച്ച് മൊമെൻറ്റിലേക്കാണ് മൂവ് ചെയ്യാനുള്ളത്. ഇതിലിങ്ങനെ യൂണിഫോമിൽ കുറച്ച് പേരെ കാണുന്നുണ്ട്. ആൻഡ് അവർ ഹീറോ, നമുക്കിനി നമ്മുടെ ഹീറോ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു ഹീറോയുടെ പേര് പറയുന്നതിനേക്കാൾ നമ്മൾക്കൊക്കെ അറിയുന്ന പേര് ഇത് ജൂനിയർ മമ്മൂട്ടി എന്നായിരിക്കും. ലെറ്റ്സ് വെൽക്കം അസ്കർ സൗദാൻ ഓൺ ടു ദി സ്റ്റേജ്. പ്ലീസ് ജോയിൻ സർ. നമസ്കാരം കോഴിക്കോട്, എല്ലാവരും ഹാപ്പി അല്ലേ? ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ, ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങളുടെ ചിത്രം 21-ാം തീയതി റിലീസാണ്. ഇങ്ങനൊരു വേദി ഒരുക്കി തന്നത് ഹൈലൈറ്റ് മാളിലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാറിന് ഒരുപാട് നന്ദി പറയുന്നു. അക്ബർ ട്രാവൽസിൻ്റെ ഗ്രൂപ്പിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ അക്ബർ ട്രാവൽസിൻ്റെ ഫാമിലിയോടും എൻ്റെ ഡയറക്ടറോടും എൻ്റെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഞങ്ങളുടെ സിനിമാട്ടോഗ്രാഫർ പി സി സാർ എല്ലാം, ഞങ്ങളുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. പലരും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ 21-ാം തീയതിയാണ് റിലീസ്. ഹൈലൈറ്റ് മാളിന് ഇതിനു മുമ്പ് നമ്മൾ മുൻപ് വന്നിട്ടുണ്ട്, നമ്മുടെ വേറെ സിനിമകളുമായിട്ട് ഇവിടെ പല വന്നിട്ടുണ്ട്. സിനിമകളായിട്ട് ഞങ്ങൾ ബെസ്റ്റ് എന്ന് പറഞ്ഞ മൂവിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു മൂന്നാമത്തെ ചിത്രമാണ് അക്ബർ ട്രാവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ ഹാപ്പിയാണോ? എന്തെങ്കിലും പറയാമോ? ണോ ഇഷ്ടപ്പെട്ടോ? എസ് ആണെങ്കിൽ ഒരു കയ്യടി വേണം കേട്ടോ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കാണാം. അപ്പോൾ താങ്ക് യു ഒരുപാട് സന്തോഷം. ഈ ഒരു കയ്യടി തിയേറ്ററിൽ നിങ്ങൾ പോയി സിനിമ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എലമെൻസും കാര്യങ്ങളും ആക്ഷനാണ് മെയിൻ എന്ന് കണ്ടപ്പോഴും മനസ്സിലായോ? മമ്മൂക്കാക്ക് കൊടുക്കുന്ന സപ്പോർട്ട് തരുമോ? ദുൽഖറിന് കൊടുക്കുന്ന സപ്പോർട്ട് തരുമോ? ഞങ്ങളുടെ ഈ പടം വിജയിപ്പിക്കണം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കോഴിക്കോട്ടുള്ള എല്ലാ നിവാസികളും, നമ്മുടെ എല്ലാ കേരളത്തിലുള്ള എല്ലാവരും അല്ലേ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ടീമുകളോടും ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ ഈ പടത്തിൽ ഞാൻ ടിൻസാണ് കേട്ടോ. അത് തിയേറ്ററിൽ കണ്ടാൽ പറയാം. ഞാൻ ഈ അക്ബർ ട്രാവൽസിൽ ഒരു കുടുംബത്തിലെ ട്വിൻസിനെ കണ്ടിരുന്നു. ഞാൻ ഇത്ര വർഷം കണ്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. രണ്ടുപേര് അത്ഭുതമായി, രണ്ടുപേരെ മാറിപ്പോയിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ട് കാണും. DNA ഗുണമാണ്. ഞങ്ങളുടെ DNA കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് രണ്ടുപേരെ കണ്ടു. ഒരുപാട് സന്തോഷം.
അതുപോലെ ഞങ്ങളുടെ അക്ബർ ഗ്രൂപ്പിലെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. റിനി മേഡം, നസീമത, റാഷിദ്, പിന്നെ ഇതിൻ്റെ മെയിൻ എല്ലാ ഓൾ വേൾഡിലെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അക്ബർ ഗ്രൂപ്പിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ സോങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തോട് ഒരുപാട് നന്ദി. അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഡയറക്ടറോട് ഇതിലൊരു പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത് ഇതിൻ്റെ നിർമ്മാതാവ് അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എല്ലാമായ ശ്രീ കെ വി അബ്ദുൽ നാസർ അവരുടെയും ഞങ്ങൾ സിനിമാക്കാരുടെ ഈ ഇടയ്ക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. 2 കൈവരികളുള്ള ഒരു ബ്രിഡ്ജ്. അതൊന്ന് റിനി അനിൽകുമാറും ഒന്ന് അവിടുത്തെ ചീഫ് അക്കൗണ്ടൻ്റായിട്ടുള്ള ശ്രീമതി നസീമയാണ്. അവരിലൂടെയാണ് പലതും വളരെ ഈ നിർമ്മാണത്തിൻ്റെ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് സുഗമമായും സുതാര്യമായും കൈകാര്യം ചെയ്ത് നിർമ്മാണ പ്രക്രിയയെ സുഗമമാക്കുന്ന 2 വ്യക്തികൾ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും സിനിമയുടെ റിലീസിനിടയിൽ തള്ളിപ്പോകുന്ന 2 മുഖങ്ങളാണ് അവർ. നിർമ്മാണവേളയിൽ മാത്രം സജീവമായി നമുക്ക് ആവശ്യപ്പെടുകയും അവർ ചിത്രീകരണം പൂർത്തിയായി സിനിമ പ്രിൻ്റായി കഴിഞ്ഞാൽ അവരെപ്പോലുള്ളവരെ തിരസ്കരിക്കുകയൊക്കെയാണ് പതിവ്. അത് ഇവിടുന്ന് ഓർക്കുന്നു. അവരുടെ സഹകരണവും അവരുടെ എന്താ പറയുക ഉത്തരവാദിത്വപൂർണ്ണമായ പ്രവൃത്തികളും ആണ് ഇതിനെത്രയും ഭംഗിയായി ഇവിടെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. നന്ദി, നമസ്കാരം. റിനി നസീമ. Thank you so much. And now let's welcome മലയാള സിനിമയിലെ കിട്ടലൻ കഥാപാത്രങ്ങൾ എന്നും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും നമ്മൾ ഒരുപാട് കാത്തിരിക്കുകയാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം ഗോകുലൻ ഓൺ ടു ദി സ്റ്റേജ്. ഗോകുലൻ ചേട്ടനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ ഓൺ ടു ദി സ്റ്റേജ്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ പാട്ടിന് ഇത് ആദ്യമായിട്ടല്ല, വീണ്ടും വീണ്ടും ബെൻസിയുടെ ഒരുപാട് സിനിമകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങൾ. ഞാൻ ഈ കുട്ടീനെ കുറേ നാളായി കാണുന്നു. ഞങ്ങൾ തല്ലുമാല മുതൽ തുണ്ട് മുതൽ സൗദികളൊക്കെ മുതൽ ബെസ്റ്റ് മുതലൊക്കെ കാണുന്നത് മതി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കോഴിക്കോട് വരാൻ സാധിച്ചത്. എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്ത് ഞങ്ങൾ നാട്ടിൻപുറത്ത് കാക്കനാടാണ് ശരിക്കും സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ഒരു ചൊല്ലുണ്ട്, അല്ല പഠിക്കണമെങ്കിൽ കോഴിക്കോട് കണ്ട് പഠിക്കണമെന്നാണ്. ഇത്രയും നല്ല മനുഷ്യർ കേരളത്തിൽ വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് കോഴിക്കോട് വരാൻ പറ്റിയത്. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും ഹൈലൈറ്റും നല്ല ആദ്യമായിട്ടുള്ള അല്ലേ. ബെസ്റ്റ് നമ്മൾ പുറത്തായിരുന്നു അല്ലേ, മോളിൻ്റെ പുറത്തായിരുന്നു. അതുകൊണ്ടാണ് ഹൈലൈറ്റ് മോളിൻ്റെ അകത്ത് കയറുന്നത്. എന്തായാലും സന്തോഷമുണ്ട് അത് വരാൻ പറ്റിയത്. പറഞ്ഞ പോലെ നമ്മുടെ കേസ് ഡയറി എന്ന സിനിമയുടെ ഭാഗമായിട്ട് വരാൻ പറ്റിയ സന്തോഷമുണ്ട്. അതിനെ എനിക്ക് അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാമായ ഞങ്ങളുടെ ബോസ് നസർ സാർ, അതുപോലെ തന്നെ ഡയറക്ടർ സന്തോഷം ഡയറക്ടർ പി സുകുമാരേട്ടൻ, ചേച്ചി, എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം ഒരുക്കുകയും അതുപോലെ ഇത്രയും വലിയ ഒരു സ്വാഗതം കൊണ്ടുവരികയെന്ന കോഴിക്കോടുകാർക്ക് എൻ്റെ എല്ലാവരും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, നിങ്ങളുടെ നല്ല ഫീഡ്ബാക്ക്സ് നിങ്ങൾ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആ സിനിമകളായിട്ട് വരുമ്പോഴെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അഭിനയിക്കുന്ന 2ാമത് ചിത്രമാണ്. കാരണം ഇദ്ദേഹം ഒരുപാടല്ല 2 പോലീസ് വേഷങ്ങൾ ചെയ്തു അല്ലേ. എൻ്റെ ഫസ്റ്റ് പോലീസ് വേഷമാണ്. അപ്പോൾ ഇദ്ദേഹത്തോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇദ്ദേഹം. എൻ്റെ കഥാപാത്രം ക്രിസ്റ്റി സാം എന്നാണ് ഇതിലെ കഥാപാത്രം. അതുപോലെ വിജയരാമൻ അദ്ദേഹവും ഒരു പോലീസ് പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സസ്പെൻസ് പരിപാടികളാണ്. ഇതിൽ സോങ് കാര്യങ്ങളൊക്കെ കുറേ ലവ് ട്രാക്ക് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എല്ലാവരുടെ സന്തോഷം നിങ്ങളെല്ലാവരും മേളിൽ നിന്ന് കാണുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും. ഒന്ന് എനർജി ആകുമ്പോൾ നിങ്ങൾ എനർജി ആകുമ്പോൾ ഞങ്ങൾക്ക് എനർജി ആകത്തില്ലേ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ വേറെ ലെവലല്ലേ. ഹൈലൈറ്റ് മാളിൽ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റി അല്ലേ. അപ്പം നിങ്ങളുടെ എനർജി എന്താ? ഫുഡ് മാത്രമല്ലല്ലോ അല്ലേ, സിനിമയല്ലേ. എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരും അല്ലേ. കോഴിക്കോടുകാർക്ക് എല്ലാം ഫുഡും സ്നേഹവും സിനിമയും കലാകാരന്മാരാണ് എല്ലാവരും. കൂടുതൽ പാട്ടുകാരാണ്. അപ്പോൾ ഈ പാട്ടുകാർക്ക് നമ്മുടെ ഒരു നാടൻ പാട്ട് അല്ലേ, ഞങ്ങൾ പാട്ട് കൊടുക്കുമോ? എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ദുൽഖർ സൽമാൻ്റെ കൂടെ സല്യൂട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയിലൂടെ മമ്മൂക്കാൻ്റെ മരുമാൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞങ്ങൾ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലെ ഡയറക്ടർ അല്ലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആ ഒരു കഥാപാത്രം റെഡിയാക്കി തന്നത്. നമ്മുടെ പിള്ളേർ
ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് രണ്ടാമത്തെ ചിത്രം ഒരുമിച്ച് ചെയ്യാൻ പറ്റി. അതുപോലെ സാറിന് എന്തോ പറയാനുണ്ട്? ഗോകുലം പറഞ്ഞ പോലെ ഒരു പ്രിവിലേജ്, കുറച്ചും കൂടി വലിയൊരു പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മാമച്ചി നമ്മുടെ മമ്മൂക്ക വെച്ച് മമ്മൂക്കയുടെ പടം ഞാൻ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിം കുട്ടി ഇപ്പം നേരത്തെ പാടിയ ഷാർജയിലെ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചു. അന്ന് ആലപ്പുഴയിൽ ആ ലൊക്കേഷനിൽ വന്നു എന്നാണ് പറയുന്നത്. എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല ആസ്കറിനെ. അപ്പോൾ അതിനുശേഷം ഇബ്രാഹിം കുട്ടിയുടെ മകൻ മക്ബൂലിനെ എൻ്റെ അസുരവത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം മമ്മൂക്കയുടെ മറ്റൊരു എന്താ പറയുക കുടുംബത്തിൽ നിന്ന് അസ്കർ അഭിനയിച്ചു. ഈ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അസ്കറിൻ്റെ മകനെ വെച്ച് പടം ചെയ്യാൻ എനിക്ക് കഴിയട്ടെ ആഗ്രഹിക്കുന്നു. ഗോകുല ഞാനാ സ്കോർ ചെയ്തു. എൻ്റയർ ഫാമിലി സ്റ്റോറി നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ആൻഡ് താങ്ക് യു സോ മച്ച്. യെസ്, എന്താ അടുത്ത ആളെ വിളിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നല്ല 2 പേരെയാണ്. സോ ലെറ്റ്സ് വെൽക്കം നീരജ ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് രണ്ടാമത്തെ ആളെയും കൊണ്ടാണ് നീരജ വരുന്നത് കേട്ടോ. യെസ്, ഞാനിങ്ങനെ 2 ആളെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ നോക്കും, ഒരാളേ ഉള്ളല്ലോ എന്ന്. ഒരാളല്ല അല്ലേ, 2 പേരായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയണോ ആ വിശേഷം? ഞാൻ ഒരാളെ കാണുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരാളും കൂടി ഉണ്ട്. പിന്നെ വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നു, ഞാനും കോഴിക്കോട്ടുകാരിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഇവിടെ എന്താ പറയുക, ഈ ഒരു ഹൈലൈറ്റ് മാളും ഞാനും എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. കാരണം ആഴ്ചയിൽ 7 ദിവസത്തിലൊരു മിനിമം 4 ദിവസമെങ്കിലും ഞാൻ വന്നു പോകുന്നൊരു സ്ഥലമാണ് ഈ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. അപ്പം വളരെ സന്തോഷം ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന് ബെൻസി പ്രൊഡക്ഷനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ സിനിമയിൽ ഒരു ഭാഗം ആയി. എൻ്റെ രാഹുൽ മാധവിൻ്റെ പേരായിട്ടാണ് ഞാൻ ഈ ഒരു മൂവിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കോഴിക്കോട്ടുകാർ എന്ന് പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു നാടാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ വളരെ അഭിമാനപൂർവ്വം തന്നെ പറയുകയാണ് ഞാനും കോഴിക്കോട്ടുകാരിയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മൂവി 21-ാം തീയതി റിലീസാവുകയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സിനിമ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഞാൻ നീരജോട് ചോദിച്ചു, നീരജയുടെ ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾക്ക് ഡിന്നർ തരുമോ? ഡിന്നർ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഷുവറായിട്ടും തരും, ഉറപ്പായിട്ടും തരും. ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ആരും പറ്റിക്കാറില്ല. കോഴിക്കോട് എന്നല്ല, നമ്മുടെ കേരളത്തിലെ അല്ലെ, നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ്, ആരും തെറ്റുകാരല്ല, എല്ലാവരും സന്തോഷമുള്ള. പിന്നെ കോഴിക്കോട് വേറെ സ്പെഷ്യലുള്ള ഫുഡ്, സ്നേഹം, പിന്നെ അത് വേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഞാനും ഈ കോഴിക്കോട് ബീച്ചിലും അവിടെ ഇവിടെ കലഞ്ഞിരുന്നു. അന്നപ്പോൾ നമ്മളെ ആരും അറിയത്തില്ല. ഇപ്പോഴും അറിയോ കുറച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ സിനിമ നല്ല ആക്ഷനും കാര്യങ്ങളുള്ള 2 കാലഘട്ടത്തിലെടുത്തൊരു മൂവിയാണ്. പലരും പല ഗെറ്റപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലേ? സിനിമ കാണണം. ഇപ്പൊ ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോകരുത്. എല്ലാവരും സിനിമ കാണണം, അഭിപ്രായങ്ങൾ. ഓക്കെ അല്ലേ അങ്ങനെ അല്ലേ? Thank you. And now let's welcome Vinayak and Anish. 2 പേരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സിനിമയിലെ മറ്റ് 2 കഥാപാത്രങ്ങളാണ് തീർച്ചയായിട്ടും സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്തത്. So once again let's welcome Vinayak and Anish. ഹായ്, എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. കോഴിക്കോട് എനിക്ക് ഒട്ടും വിദൂരമല്ല. എൻ്റെ അമ്മയുടെ നാട് കോഴിക്കോടാണ്. ഞാൻ അക്ബറിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിച്ച പ്രിൻസിപ്പൾ എൻ്റെ മുമ്പിലുണ്ട്. അക്ബർ ട്രാവൽസ് ബെൻസി പ്രൊഡക്ഷൻസ് തുടങ്ങുന്നതിന് മുന്നേ എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് അക്ബർ ട്രാവൽസുമായിട്ടുള്ളത്. ഓരോ വേദിയിലേക്കും എന്നെ ക്ഷണിച്ച റേണി ചേച്ചിയോട് ഒരുപാട് നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ ബെൻസി നാസർ ബോസിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ, അങ്ങനെ എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. വലിയൊരു സ്വപ്നമായിരുന്നു പഠിച്ച നാട്ടിലും കറങ്ങി നടന്ന നാട്ടിലും ഇതുപോലൊരു വേദി. ആ വേദി എനിക്ക് ഇന്ന് എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ സിനിമ കാണാം. അഷ്കർ ഖാനെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായി മാറാൻ
സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അഷ്കർക്ക ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ കഥാപാത്രം അഷ്കർക്കയുടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായി മാറട്ടെ, അങ്ങനെ എല്ലാവരുടെയുമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് അനീഷ്ക, പാട്ട് പാടി സ്റ്റാർട്ടിങ്ങിൽ 2 വാക്ക് സംസാരിച്ചിരുന്നു, എന്നാലും 2 വാക്ക് കൂടെ. താങ്ക് യു. എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. അതിന് കാരണക്കാരനായ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നാസർ ബോസിനോടും ഫാമിലിക്കും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിനി മാഡം, അതുപോലെ തന്നെ നസീമ, എല്ലാവരും ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു സ്വപ്നമാണ്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് ചെറിയതാണെങ്കിലും ചെറിയൊരു റോളാണെങ്കിലും എനിക്കതിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Thank you. And now let's welcome Rafi onto the stage. Rafi, നമ്മുടെ അക്ബർ ട്രാവൽസ് പാർട്ട്ണറാണ് അദ്ദേഹം. ഇവിടെ ഉണ്ടോ റാഫി? ഇവിടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാൻ പറയണേ. ആൻഡ് ലെറ്റ്സ് വെൽക്കം അവർ കൊറിയോഗ്രാഫർ സുബൈർ സിന്ദഗി. നമ്മളിന്ന് ഓഡിയോ ലോഞ്ചിന് വെയിറ്റ് ചെയ്യുന്ന പാട്ടുകളൊന്ന് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള, ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാണ്. സോ വൺസ് അഗെയിൻ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സുബൈർ സിന്ദഗി ഓൺ ടു ദ സ്റ്റേജ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞങ്ങളുടെ ബോസിന് പ്രത്യേകം നന്ദി പറയണം. എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ തന്നെ ബോസ് എന്നോടുമായി കണക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഹൈലൈറ്റ് മാളുടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വലിയൊരു സന്തോഷം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 9 വർഷത്തോളമായി ഹൈലൈറ്റ് മാളിൻ്റെ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സെലിബ്രേഷനുകളും കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് വരെ പ്രൊമോഷൻ വർക്കുകളായിട്ട്, ശില്പങ്ങളായിട്ടും മറ്റുമായിട്ടൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്. അതേ സ്പോട്ടിൽ തന്നെ എനിക്ക് ബോസ് നൽകിയ ഒരു സമ്മാനം, ഈ ഇതിലെ കൊയ്ത്തുപാട്ട് എന്ന് പറയുന്നത് എൻ്റെ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ കൃത്യമായി ഞങ്ങളുടെ ബോസ് നൽകിയ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ പാട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ എങ്ങനെ ആയിരിക്കണം വിഷ്വലി എന്നുള്ളത് അദ്ദേഹം നേരത്തെ കാണുകയും അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനൊക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് നേരത്തെ കണക്കൂട്ടി കൃത്യമായ ബോധത്തോടു കൂടി മനസ്സിലാക്കി തന്ന്, അതേപോലെ തന്നെ റിനി മാം, സന്തോഷ് സാർ സൂചിപ്പിച്ച പോലെ സിനിമയുടെ പിന്നെ ബാക്കപ്പ് വരെ കൃത്യമായി എല്ലാവരും ഓർമ്മിക്കുകയും ബാക്കപ്പിന് ശേഷം മറന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളിൽ പെട്ടവരാണ് അവർ. റിനി മാം വളരെ കൃത്യമായി ഓരോ സമയത്തും വിളിച്ചുകൊണ്ട് ബോസ് നിർദ്ദേശിച്ച പോലെ ഷൂട്ട് പോകുന്നുണ്ടോ, അതിൻ്റെ ലൊക്കേഷനിലെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയും ഷോട്ടുകളൊക്കെ അതുപോലെ ഉണ്ടെന്നൊക്കെ കൃത്യമായി. അതുകൊണ്ടാണ് ഈ സോങ് നിങ്ങൾക്ക് കണ്ടാലറിയാം, കേരളത്തിൻ്റെ തനത് തനിമയിൽ തന്നെ വളരെ മികവുറ്റ രീതിയിൽ നമ്മൾ സാധാരണ പറഞ്ഞു പോകാറുണ്ട്, കാളിയും കരിങ്കാളിയും കാലരിപ്പയറ്റും കോൽക്കളിയും കാൽപന്ത് കളിയും എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ടെങ്കിൽ കൂടി തന്നെ അതിൻ്റെ ഒരു കൃത്യമായ കേരളത്തിൻ്റെ മലയാള തനിമയോടുകൂടി ചെയ്തിട്ടുള്ള 100% നീതി പുലർത്താൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവരെല്ലാവരും പറഞ്ഞു. എനിക്ക് നിങ്ങളോടെല്ലാവരോടും എന്നോടുകൂടി ഓർമ്മപ്പെടുത്തി പറയാനുള്ളത്, പണ്ടൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് പോസ്റ്ററിൽ നമുക്ക് കാണാമായിരുന്നു മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ, അതല്ലെങ്കിൽ മോഹൻലാലിൻ്റെ, അതല്ലെങ്കിൽ അതുപോലത്തെ പല താരങ്ങളുടെയും ആ ആക്ഷൻ നോക്കിയിട്ടും അല്ലെങ്കിൽ ആ വിഷ്വൽ കണ്ട് ആ ഒരു ചിത്രം കണ്ടിട്ടാണ് നമ്മൾ പോയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം വളരെ വിപുലമായ രീതിയിലുള്ള കടന്നുകയറ്റം നമ്മളിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കമൻറ്റുകളൊക്കെ നോക്കി നമ്മൾ സിനിമയെ വിലയിരുത്താറുണ്ട്. ഈ സിനിമ കണ്ടിട്ട് അത് നമുക്ക് പറ്റിയ സിനിമയാണോ എന്നറിയണമെങ്കിൽ നമ്മൾ തന്നെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. മറ്റുള്ള സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾക്ക് പിറകെ പോവാതെ ഈ സിനിമയെ നിങ്ങൾ ഏറ്റെടുത്ത് മലയാള സിനിമയിൽ വിജയിച്ച സിനിമകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തണം. കാരണം ഒരു സിനിമയുടെ പിറകിൽ ഒട്ടേറെ പേരുടെ അധ്വാനങ്ങളുണ്ട്, അവരുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് സാക്ഷാത്കരിക്കുന്ന 2 മണിക്കൂറിനെ നിങ്ങൾ വില കുറച്ച് കളയരുത്. നിങ്ങൾ കൊടുക്കുന്ന പൈസകളും മുതൽ ഇതിനകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ട്രെയിലറിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഈ സിനിമയെ വൻ വിജയമാക്കി മാറ്റണം. കോഴിക്കോടിൻ്റെ സ്നേഹവും സന്തോഷവും ഈ സിനിമക്കും നൽകണമെന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ബോസിനും കൂടെ നിന്ന എൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. And now let's welcome Ansar Ponani.
അൻസാർക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാമോ പ്ലീസ്? ചുമ്മാ തല്ല കറങ്ങുന്നത് 10th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ. എനിവേ, ഇനി നമ്മൾ നമ്മുടെ ദ കേസ് ഡയറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് ഒഫീഷ്യലി മൂവ് ചെയ്യാണ്. സോ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി ഒത്തിരി ഗസ്റ്റൊക്കെ ഈ ഒരു ഓഡിയോ ലോഞ്ചിന് നമ്മുടെ ഭാഗമാവാൻ നമ്മളോടൊപ്പം സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. ബിഫോർ ദാറ്റ് നമ്മുടെ പ്രൊഡ്യൂസർ സാറിനെ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. ബോസിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും സ്റ്റേജിലേക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് ജോയിൻ ഓൺ ടു ദ സ്റ്റേജ്. സ്റ്റേജിലുള്ളവർ നമുക്കൊരു ചെറിയ കൈയ്യടി കൊടുത്താലോ നമ്മുടെ ബോസ് ഫാമിലിക്ക്? നമസ്കാരം. ഈ മുണ്ടകൻ പാടത്ത് എന്ന ഗാനം ഓർമ്മ വരുന്നത് ഇത് പാടിയ അനുഗ്രഹീത കലാകാരി അസ്മ കൂട്ടായി നമ്മളെ വിട്ടു പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരി പേരെനിക്ക് ഭാനു കൊണ്ട് അദ്ദേഹം പാടി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഗായികയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കിത് റിലീസ് ചെയ്യാം. യെസ്, താങ്ക് യു. ആൻഡ് റിനി മാമിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ എല്ലാമായിട്ടുള്ള ഓടി നടന്ന എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കയ്യടി പെട്ടെന്ന് നമ്മളൊന്നും ചോദിക്കാതെ വന്നിട്ടുള്ളത്. സോ മാമിനെ ഒരിക്കൽ കൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഇന്നത്തെ ദിവസം നമ്മുടെ സിനിമയുടെ ഭാഗമല്ലെങ്കിൽ പോലും നമുക്കായിട്ട് സമയം കണ്ടെത്തി വന്ന കുറച്ച് പേരെയാണ് ഇനി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. ലെറ്റ്സ് വെൽക്കം ഡയറക്ടർ അനുറാം സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ സ്വന്തം ദാസേട്ടനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് കടവ് റിസോർട്ടിൻ്റെ പാർട്ണർ ലെറ്റ്സ് വെൽക്കം CM മൊയ്തീൻ കോയ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ജോയിൻ ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് നമുക്ക് ബെൻസി പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ വിനോദായിട്ട് അത് നമ്മുടെ അക്ബർ ട്രാവൽസ് പാർട്ടാണ്. നസീമത്ത സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാമോ പ്ലീസ്? അക്കൗണ്ട്സ് പാർട്ട് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ ഏത് പാർട്ടിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് കൂടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. മാമിനെ ഒരിക്കൽ കൂടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്ബർ ട്രാവൽസിൻ്റെ പാർട്ണറും അക്ബറിൻ്റെ സ്റ്റാഫ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. ഇനി ലെറ്റ്സ് വെൽക്കം ശ്രീജിത്ത് ഓൺ ടു ദ സ്റ്റേജ്. Please join on to the stage, Srijit, and let's welcome Mr. Sahadevan സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് മിസ്റ്റർ സഹീർ സാറിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് വെൽക്കം അക്ബർ അക്കാഡമിയുടെ പ്രിൻസിപ്പൽ മിസ്റ്റർ ഷമീർ സാറിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് വെൽക്കം നീനു ആൻഡ് അച്ചുവേട്ടനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ മറ്റുള്ള എല്ലാ സ്റ്റാഫ്സിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള അക്ബറിൻ്റെയും ബെൻസിയുടെയും സ്റ്റാഫ്സിനെ എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ്, അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ദ ഓഡിയോ ലോഞ്ച്. നമ്മൾ ഓഡിയോ ലോഞ്ചിലേക്ക് മൂവ് ചെയ്യുന്നു. ഒരു കയ്യടി കൊടുക്കുമോ പ്ലീസ്? നമുക്കൊരു കൗണ്ട് ഡൗൺ ഒക്കെ കൊടുത്ത് നമ്മുടെ ഓഡിയോ ലോഞ്ചിലേക്ക് മൂവ് ചെയ്യാം. യൂനസ് സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് നമുക്കൊരു കൗണ്ട് ഡൗൺ ഉണ്ട്. കൗണ്ട് ഡൗൺ ചെയ്യാം. യെസ്, റെഡി? നിങ്ങൾ റെഡിയാണോ? റെഡി? എല്ലാ ക്യാമറകളും റെഡി ആയിട്ടുണ്ട്. സോ ദ കേസ് ഡയറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. 5, 4, 3, 2, 1, 0. സോ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ക്ലിക്ക് ചെയ്തല്ലോ അല്ലേ? മൂവ് ചെയ്യാമല്ലോ. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്റ്റേജിലുള്ള എല്ലാവരുടെയും പ്രസൻസ് താഴോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ നമ്മൾ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ദാസേട്ടനെയാണ്. സോ വൺസ് അഗെയിൻ ലെറ്റ്സ് വെൽക്കം ദാസേട്ടനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കൈയ്യടി കൊടുക്കാമോ പ്ലീസ്? നമസ്കാരം ചെറുകളെ.
ഹൈലൈറ്റ് ബോളിൽ നീരജ പറഞ്ഞ പോലെ തന്നെ ഹൈലൈറ്റ് ബോളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പം ഞാൻ അഭിനയിച്ച പടമല്ല, പക്ഷേ എൻ്റെ ചങ്ക് നീരജയുടെ ഹസ്ബൻഡ് എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാണ്. എന്നോട് പറഞ്ഞു, ദാസേട്ടാ എൻ്റെ ഒരു പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വരാൻ കഴിഞ്ഞു, പെട്ടെന്ന് എത്തി, നേരത്തെ എത്തി. അതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നത്. അപ്പം നല്ല നാടൻ പാട്ട് സാധാരണഗതിയിൽ ഇപ്പം മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്നതും ട്രെൻഡായി മുന്നോട്ട് പോകുന്നതും നാടൻ പാട്ടുകളാണ്. അതിപ്പോൾ ആൽബം സോങ് ആണെങ്കിലും സിനിമാ സോങ് ആണെങ്കിലും ഒക്കെ നാടൻ പാട്ടിനുള്ള പ്രിയം നമ്മളെ മലയാളികളെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ ഒരു നാടൻ പാട്ട് ഒരുക്കാൻ വേണ്ടി സിനിമയുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞ് വലിയ അടിപൊളിയായിട്ടുണ്ട്. സന്തോഷം. അതുപോലെ തന്നെ പടം 21-നാണ് റിലീസിങ്. ഇപ്പം എല്ലാവിധ ആശംസകളും കേസ് ഡയറി എന്ന പടത്തിന്. അപ്പം എല്ലാവിധ സപ്പോർട്ട് ഉണ്ടായിരിക്കും ചങ്കുകളെ. ഒരു മലയാള സിനിമ എടുത്ത് അത് തിയേറ്ററിൽ എത്തിക്കുന്നതിന് എത്ര കഷ്ടപ്പാടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ കഷ്ടപ്പാടുണ്ട്. ഒരു കൊല്ലത്തോളം ഇതിൻ്റെ പിറകിൽ വന്നിട്ടായിരിക്കും ഈ ഒരു പടം ഇന്ന് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് തിയേറ്ററിൽ ഇറക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ സംസാരിച്ച പറഞ്ഞ ഒരു ചെറിയൊരു കമൻറ്റ് കണ്ടിട്ട് ആരും തിയേറ്ററിൽ പോവാത്ത ആളുകളാണ് ഇപ്പോൾ കൂടുതൽ. അയ്യോ, അവർ ചെറിയ കമൻറ്റ് കണ്ടല്ലോ, അത് നല്ലതാണോ മോശമാണോ അതൊന്നും നമ്മൾ ചിന്തിക്കാതെ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഒരു സിനിമ വിലയിരുത്തേണ്ടത്. നമ്മൾ സിനിമ കാണുക, നല്ല സിനിമയാണെങ്കിൽ നല്ല അഭിപ്രായം പറയുക, അല്ലാതെ ഒരാൾ കണ്ട് മോശം എന്ന് പറയുമ്പോൾ അത് മോശമാണല്ലോ, പോകേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. ഒരു സിനിമയുടെ പിറകിലെ കഷ്ടപ്പാട് കുറച്ച് സിനിമകൾ 4-5 സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട്. അപ്പം അത് കണ്ട് വിലയിരുത്തരുത്. നമ്മൾ തിയേറ്ററിൽ പോയി ഓരോരുത്തർക്കും ഓരോ അഭിരുചി ഉണ്ടായിരിക്കുക. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് നമ്മൾ സിനിമ വിലയിരുത്തി നമ്മൾ അഭിപ്രായം പറയാം. അപ്പം സന്തോഷം, ഈ ഒരു വേദി എത്താൻ കഴിഞ്ഞ സന്തോഷം, എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. അപ്പോൾ ചങ്കുകളെ പൊളിച്ചെടുക്കുക. താങ്ക് യു.